സോ കുറച്ച് നാളുകളായി നമ്മളൊരു CIA എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി കേൾക്കുന്നുണ്ട്. സോ എന്താണ് CIA? അല്ലെങ്കിൽ CIA കോഴ്സിന്റെ റിലവൻസ് എന്താണ്? എന്ത് ബേസിക് ക്വാളിഫിക്കേഷൻസ് ആണ് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വേണ്ടത്? അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമുക്കുണ്ടായിരിക്കും. സോ ഈ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലും അറിയാനായി നമ്മളൊരു ടോക്ക് സെഷൻ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ എസ് ഗോപാലകൃഷ്ണൻ സാറാണ്. സോ വി ഹാവ് ഡോക്ടർ എസ് ഗോപാലകൃഷ്ണൻ CFE with us today. He is a certified fraud examiner and member of Association of Certified Fraud Examiners USA. He holds a PhD in finance. He possesses over 25 years of combined corporate and training experience. He has worked with many industry verticals in senior and middle level positions. Hello, sir. ഹലോ. നമ്മൾ ഇപ്പം പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് ഒരുപാടാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് ജോബ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ഈ ഒരു ജോബ് മാർക്കറ്റിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചാലാണ് ജോലി സാധ്യത കിട്ടുക എന്ന് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ ഈ CIA സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എത്രത്തോളം പ്രാധാന്യമുണ്ട്? പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡന്റിന് ജോലി സാധ്യത എത്രത്തോളം വരുന്നുണ്ട്? സി ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് മാർക്കറ്റിലുണ്ട്. നമ്മൾ ഏത് ലെവലിലേക്ക് കയറി പറ്റണം, നമ്മുടെ സ്പെഷ്യലൈസേഷൻ എന്താവണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതെ. അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ വേൾഡ് ലെവൽ, ഞാൻ ഇന്ത്യ മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു വേൾഡ് ലെവലിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പല ജോബ് മാർക്കറ്റ്സിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ബട്ട് അത് ടാപ്പ് ചെയ്യാനാണ് ഒരാൾക്ക് ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ ജോബ്, ആ ജോബ് കിട്ടാനുള്ള ഒരു പ്രോസസ്സ് എന്താ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റ്സ് നമ്മളെങ്ങനെ അക്വയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അവയർനെസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം, ഇറ്റ് കംസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് US. അറിയാമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഓപ്പർച്യൂണിറ്റീസും നീഡും ഒരാൾ മനസ്സിലാക്കിയാൽ ആ സ്കില്ല് അക്വയർ ചെയ്തിട്ട് ആ ഒരു ജോബ് മേഖലയിൽ അവർക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു എനി കമ്പനി ഈ ലോകത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ, അവർക്ക് നീഡ് എപ്പോഴുണ്ടോ അപ്പോഴാണ് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ അപ്പ് ആയി കിട്ടുന്നത്. ശരിയാണോ അല്ലയോ? അതെ, അതെ. സി ലെറ്റ് മീ ടെൽ യു, ഇപ്പോൾ യു ഹാവ് എൻ നീഡ്, സോ ഇറ്റ് ഗീവ്സ് റൈസ് ടു എൻ ഓപ്പർച്യൂണിറ്റി ഫോർ അതർ പേഴ്സൺ. ഇയാളുടെ വീട്ടിൽ, ലെറ്റ് മീ ടെൽ യു, യു വാണ്ട് ടു മേക്ക് എ സദ്യ, ആ നീഡ് നിങ്ങൾക്കുണ്ട്. സോ ഐ ആം എ കാറ്ററർ, ദാറ്റ് ഓപ്പർച്യൂണിറ്റി കംസ് ടു മീ. അതുപോലെ ഓരോ ഓർഗനൈസേഷനിലും പല പല നീഡ്സ് എറൈസ് ആവും. ദാറ്റ് നീഡ്സ് വിൽ ബി ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. CIA എന്ന് പറയുന്നൊരു പ്രോഗ്രാം ആ ഒരു സ്പെസിഫിക് നീഡിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എന്താണ് നീഡ്? ദാറ്റ്സ് എ കോർ നീഡ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ. കോർ നീഡ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ ഓർഗനൈസേഷനും എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഐ ആം ടോക്കിംഗ് അബൌട്ട് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ്, ദേ ആർ നോട്ട് ഫ്രീ ഫ്രം റിസ്ക്സ്. നമ്മളൊരു 10 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനകത്തൊരു 12 രൂപയുടെ റിസ്ക് ഉണ്ടാവും. അതെ, നത്തിങ് കംസ് ടു അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അണ്ടർസ്റ്റാൻഡ് ദിസ്. ശരിയല്ലേ? അതെ. ഈവൻ ഇഫ് യു വാണ്ട് ടു ഗോ ടു എ ഷോപ്പ് ആൻഡ് ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ, അവിടെയുണ്ട് റിസ്ക്. വരുന്ന വഴിക്ക് സ്കൂട്ടർ നമ്മൾ ഇടിച്ചിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? സോ ദീസ് റിസ്ക് ഫാക്ടേഴ്സ് ആർ ഡോമിനൻറ്റ് ഇൻ എനി ബിസിനസ്. അപ്പോൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ദേ വിൽ ബി ടേക്കിംഗ് കോൺക്രീറ്റ് എഫേർട്സ്. എന്തിന്? ഈ റിസ്ക് ഫാക്ടർ ഇല്ലാണ്ടാക്കാൻ. ഈ റിസ്ക് ഫാക്ടർ ഇല്ലാണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് നീഡ് എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ സിസ്റ്റംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കൺട്രോൾ സിസ്റ്റംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദോസ് കൺട്രോൾ സിസ്റ്റംസ് വുഡ് ബി അഡ്രസ്സിങ് ദ റിസ്ക് ഫാക്ടേഴ്സ്. അങ്ങനെ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. യു കനോട്ട് മേക്ക് ഇറ്റ് സീറോ. കുറച്ച് റിസ്ക് എന്തായാലും ജീവിതത്തിൽ ഉണ്ടാവും. എന്ന് പറയുന്ന പോലെ ഏത് ബിസിനസ്സിലും കുറച്ച് റിസ്ക് ഉണ്ടാവും. ബട്ട് ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ദം. ബിയോണ്ട് ദാറ്റ് ലെവൽ റിസ്ക് പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി വിൽ ബി റിസൾട്ടിങ് ഇൻ ടു എ വൾനറബിലിറ്റി. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ റിസ്ക് കുറഞ്ഞു വരണം. ഇത് കൺട്രോൾ സിസ്റ്റം കൊണ്ടുവന്നൊരു കാര്യമില്ല. ഇതിന് പ്രോപ്പർ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടാവണം, റിവ്യൂ സിസ്റ്റം ഉണ്ടാവണം. കാരണം കൊണ്ടുവന്ന കൺട്രോൾ സിസ്റ്റംസ് എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം അറിയണ്ടേ ഓൺ എ പീരിയോഡിക്കൽ ബേസിസ്. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാ? കമ്പനിയുടെ ഡയറക്ടേഴ്സാണ്. ബട്ട് ദേ മേ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ ടൈം ടു ഡു സോ. അപ്പം അങ്ങനെ വരുമ്പോൾ
എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ദേ വുഡ് ബി റിക്വയറിങ് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെർട്സ്. അപ്പോൾ ആ ഒരു എക്സ്പെർട്ടൈസായിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ അവർ സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിനെയാണ്. ഓക്കെ, സോ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ള ആ സ്പെസിഫിക് പ്രൊഫഷൻ്റെ നീഡ് അവിടെ തുടങ്ങുന്നു. ഡു എഗ്രി വിത്ത് മീ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് ഓർഗനൈസേഷൻ, ഏത് ഇൻഡസ്ട്രി, ഏത് കമ്പനി, എനി പാർട്ട് ഓഫ് ദ വേൾഡ്, ഈ റിസ്ക്സ് ഉള്ളിടത്തോളം കാലം ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ള ഒരു ആക്ടിവിറ്റിക്ക് എപ്പോഴും എന്തുണ്ട്? ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പോസിബിലിറ്റീസ് എന്ന് പറയാൻ പറ്റില്ല, ഓപ്പർച്യൂണിറ്റീസ്. പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ വേണം വേണ്ട എന്നുള്ള കാര്യം വെക്കാം. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ കമ്പൽസറിലി ഇറ്റ് ഹാസ് ടു ബി അഡ്രസ്ഡ്. വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ദിസ് എക്സ്പെർട്ട് സർവീസ് ഓൾവേസ് യു ക്യാൻ യൂട്ടിലൈസ് ദിസ്. മനസ്സിലായോ? നൗ ഇപ്പോൾ ചോദിച്ച സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്ക് ഞാനിപ്പോൾ ആൻസർ പറയാം. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എനി പിടിക്കാൻ പറ്റുമോ? പിന്നെ എന്താ ചോദിച്ചത്? നമ്മൾ കമ്പനിയിൽ വരുന്ന ആ ഒരു റിസ്ക് ഫാക്ടേഴ്സിനെ ഒന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഹെൽപ്പായിട്ട് നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന CA അല്ലെങ്കിൽ CMA CS അങ്ങനെയുള്ള പ്രൊഫഷണൽസിനെയാണ്. സോ അവരെല്ലാം ശരിക്കും ഈ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്, ഈ സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആണ് ആ പോസ്റ്റിലേക്ക് വരുന്നത് എന്നാണ് സാർ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. സോ എന്താണ് അവരിൽ നിന്നും ഈ CA-കാരിൽ നിന്നും CAA-യിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് എന്താ വരുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യൻ സിനാരിയോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിനാൻസിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇന്ത്യയെ സംബന്ധിച്ച് അതാണോ? CA. യെസ്, ഓഫ് കോഴ്സ്. അതെ. CA എന്നുള്ള പ്രോഗ്രാമിൽ ഫൈനാൻസ്, അക്കൗണ്ടിങ് കൂടാതെ യു ഹാവ് ടു ലേൺ ഓഡിറ്റിംഗ്. കാരണം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പവർ അവർക്ക് കൺഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. ദേ ആർ സൈനിങ് സർട്ടിഫൈങ് ദ അക്കൗണ്ട്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അത് ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഈക്വൽ ഇമ്പാക്റ്റ് ആണത്. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള എലിമെൻറ്റാണ്. അതൊന്നും കാണാതെ വെറുതെ ഒരു സ്റ്റേറ്റിൻ്റെ അടുത്ത് സൈൻ ചെയ്യാൻ പറ്റുമോ? ദേ വിൽ പെർഫോം എൻ ഓഡിറ്റ്. അപ്പോൾ അവർ പെർഫോം ചെയ്യുന്ന ഓഡിറ്റിൻ്റെ നേച്ചർ ബേസിക്കലി സ്പീക്കിംഗ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇൻറ്റേർണൽ ഓഡിറ്റും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാറുമുണ്ട്. ഓക്കെ, സോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേർണൽ ഓഡിറ്റും ചെയ്യും, ഇൻറ്റേർണൽ ഓഡിറ്റും ചെയ്യും. അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാനും അറിയാം. ലെറ്റ് മീ ടെൽ യു, CA-ക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഓഡിറ്റ്സ് ആണ്. അത് ഇൻറ്റേർണൽ ആവട്ടെ എക്സ്റ്റേർണൽ ആവട്ടെ. CAA എന്നുള്ള പ്രോഗ്രാം ഓഫ് കോഴ്സ് ഫൈനാൻഷ്യൽ കൺട്രോൾസിൻ്റെ ഓഡിറ്റ് CAA-കാരും ചെയ്യും. അതുകൂടാതെ എൻറ്റയർ ഓപ്പറേഷണൽ ആൻഡ് കംപ്ലയൻസ് ഓഡിറ്റും അവരുടെ പെർവ്യൂവിൽ വരുന്നതാണ്. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ലെറ്റ് മീ ടെൽ യു, സെയിൽസ് ഫങ്ഷൻ, മാർക്കറ്റിംഗ്, HR, ടെക്നിക്കൽ, പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഇതിനകത്തൊക്കെ ക്വാളിറ്റി കോൺഷ്യസ്നെസ് ഇല്ലേ? അതിനകത്ത് പ്രോസസ്സസ് ഇല്ലേ? ഈ പ്രോസസ് ഫെയില്യൂർ ആയാൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ബ്രിങ് ഇൻ യുവർ ക്യാഷ് ഫ്ലോസ് വിൽ ബി അഫക്റ്റഡ്. സെക്കൻഡ് തിങ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫ്രം സോഴ്സ് ടിൽ ഡെലിവറി നമ്മൾ ചെയ്യുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഓക്കെ ട്രൂലി ടെക്നിക്കൽ. ഇത് കംപ്ലീറ്റ് എഫിഷ്യൻസി പോയിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫിനാൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. ദാറ്റ് വിൽ ബി അക്യൂമുലേറ്റിംഗ് ലോസസ്. IT ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ മേഖലകളിലെല്ലാം ഓപ്പറേഷൻ്റെ സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ, എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു ഓഡിറ്റ് നടത്തണം. ദാറ്റ് ഹു വിൽ ബി ഡൂയിങ് ഇറ്റ്? CAAs. അപ്പോൾ CAAയിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് സ്പെസിഫിക്കലി പറയുമ്പോഴും അത് ഫൈനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, ഫൈനാൻഷ്യൽ ഓഡിറ്റ് കംസ് അലോങ് വിത്ത് ദാറ്റ്. They will be performing the audit of everything. Operational compliance is very important. Legal compliance ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നെവർ. അപ്പോൾ ആ ലീഗൽ കംപ്ലയൻസ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഹൂ വിൽ ലുക്ക് ഇൻ ടു ദിസ്? നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മുടെ ടാക്സ് ഫയലിംഗ് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇറ്റ് അട്രാക്ട്സ് എ പെനാലിറ്റി. 1% പെർ ഡേ ഈസ് ദ പെനാലിറ്റി. യു നോ ദ GST ആൻഡ് അതർ റൂൾസ് എക്സിസ്റ്റിംഗ് ഇൻ അവർ കൺട്രി. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ when this penalties gets accumulated, അത് ലോസ് അല്ലേ? അതിനെ പ്രിവെൻറ്റ് ചെയ്യണോ വേണ്ടയോ? കംപ്ലയൻസ് ഓഡിറ്റ് ബിക്കംസ് ഇന്നവിറ്റബിൾ. ഇതൊക്കെ ആരുടെ പ്രിവ്യൂവിൽ വരും? മോർ ദാൻ ദാറ്റ്, ലെറ്റ് മീ ടെൽ യു, ദർ ആർ സർട്ടൻ അതർ ഏരിയാസ് വിച്ച് ആർ നോട്ട് ഗിവൺ പ്രോമിനൻസ് ബൈ മെനി ഓർഗനൈസേഷൻസ്. സേഫ്റ്റി ഓഡിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ക്വാളിറ്റി, അതായത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അത് കറക്റ്റ് ക്വാളിറ്റിയിലാണോ ഉള്ളതെന്നുള്ള കാര്യം ഓഡിറ്റ് നടത്തി കൺഫർമൻസ് എടുക്കണ്ടേ? അങ്ങനെ ഒരു കൺഫർമൻസ് ഇല്ലാതെ വെൻ യു ആർ ഡെലിവറിങ് യുവർ പ്രോഡക്റ്റ് ടു സംവൺ, കസ്റ്റമേഴ്സ് ആർ ഗോയിങ് ടു ബി പുട്ട് ഇൻ ടു ട്രബിൾ. വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ?
ഒരു നമ്മൾ സേഫ്റ്റി ചെക്ക് ഓഫീസർ അല്ലെങ്കിൽ സേഫ്റ്റി ക്വാളിറ്റി ചെക്ക് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റേണൽ ഓഡിറ്റിന്റെ പാട്ടാണ്. ഓക്കെ. സോ ആ ഒരു പോസ്റ്റിലിരിക്കുന്നവർ CA ക്വാളിഫയേഴ്സ് ആണ്. ആയാൽ ആയാൽ അങ്ങനെ കോർപ്പറേറ്റിലുള്ള പല പൊസിഷനിലുള്ള ആൾക്കാർ ദർ ഇസ് എ നീഡ് അറൈസിങ് ഫോർ ദം ടു അക്വയർ ദിസ് ക്വാളിഫിക്കേഷൻ. സി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്ന പല എഞ്ചിനീയർമാരുണ്ട്, ISO അതുപോലത്തെ. ദാറ്റ്സ് ഡിഫറെൻറ്റ് സ്റ്റോറി altogether. ബട്ട് ദേ ക്യാൻ ഈവൻ അക്വയർ ദി CAA. വാട്ട് ഈസ് റോങ് ഹിയർ? ദേ ഹാവ് ബീൻ പല അതായത് ഇന്ത്യൻ സിനാരിയോ മാറ്റി വെച്ചാൽ വേറെ പുറം രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ജോബ് സേഫ്റ്റി ഓഫീസർ ഉണ്ടാവും, എൻവയോൺമെൻറ്റൽ ഓഫീസേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ പെർഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ ആർ കംപ്ലൈയിങ് ടു ദ ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഓർഗനൈസേഷനിൽ CFO ഉണ്ടോ? CFO മസ്റ്റാണ്. മസ്റ്റാണ്. അവരുടെ എന്താ ജോബ് റോൾ എന്താണ് CFOൻ്റെ ബേസിക്കലി? എന്താണ്? ഡു യു ഹാവ് എനി ഐഡിയ? നോ. Yes, let me tell you, to control the entire finance, manage the entire finance of the organization by using accounting tools. And they are helping the organizational management to take all kind of decisions on time. എങ്ങനെ എല്ലാ ഇൻഫർമേഷനും പ്രോപ്പർ ടൈമിൽ അവർ പ്രൊവൈഡ് ചെയ്യും. യെസ് ഓർ നോ? എന്ന് പറയുന്നത് പോലെ ഈ സേഫ്റ്റി ഓഫീസറും എൻവയോൺമെൻറ്റൽ ഓഫീസറും ഈ പറയുന്ന ക്വാളിറ്റി ഓഫീസറും ദേ ആർ ആക്ച്വലി ഡൂയിങ് their own job as the employees of the organization. They are contributing towards the operations. അവരവരുടെ ജോബ് പ്രോപ്പർലി ആണോ ചെയ്യുന്നതെന്നുള്ളതിനെ ഓഡിറ്റ് ചെയ്യണോ വേണ്ടയോ? അതല്ലേ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചെയ്യുന്നേ. CFO ഉണ്ടല്ലോ, പുള്ളി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കില്ലേ? അപ്പോൾ ഫിനാൻസിൽ നമ്മൾ എന്തിനാണ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നവർ നോക്കാറില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ ക്വാളിറ്റി ഓഫീസർ ഉണ്ടെങ്കിലും സേഫ്റ്റി ഓഫീസർ ഉണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു ജോബ് റോൾ ഉണ്ടെങ്കിലും അവരുടെ പെർഫോമൻസ് കറക്റ്റാണോ, ആർ ദേ കോൺട്രിബ്യൂട്ടിങ് ടുവേർഡ്സ് ദ എഫിഷ്യൻസി എന്നുള്ള കാര്യം ഓഡിറ്റ് നടത്തി നമുക്ക് സർട്ടിഫൈ ചെയ്യണ്ടേ? ദാറ്റ് അഷുറൻസ് ഈസ് പ്രൊവൈഡഡ് ബൈ ഹൂം? CA. സോ യു ഷുഡ് ഹാവ് നോളജ് അബൌട്ട് ഓൾ ദീസ് എലിമെൻറ്റ്സ്. അപ്പോൾ ഫിനാൻസിനെ കുറിച്ച് മാത്രമല്ല നമ്മളിവിടെ പഠിപ്പിക്കുന്നത്, ഹൗ ടു പെർഫോം എൻ ഓഡിറ്റ് ഓഫ് സെയിൽസ്, മാർക്കറ്റിംഗ്, സപ്ലൈ ചെയിൻ തുടങ്ങിയ സർവ്വ ഓപ്പറേഷൻസിൻ്റെ ആസ്പെക്ട്സും നമ്മളിവിടെ കവർ ചെയ്ത് അവരെ എക്യുപ്ഡ് ആക്കി ആ ഒരു നീഡിലേക്ക് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഇസ് ദിസ് ക്ലിയർ? ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് CAA ആസ് എ പ്രോഗ്രാം. ലെറ്റ് മി ടെൽ യു, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവരുടെ ഫേമിൽ CASൻ്റെ സർവീസ് എടുക്കാറുണ്ട്. അവർക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യണം. ദേ വാണ്ട് സം സ്പെഷ്യലിസ്റ്റ്. ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല ബാക്കിയുള്ള ഏരിയയും കൂടെ കവർ ചെയ്യാം. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ക്യാൻ ഡു നത്തിങ് റോങ് ഹിയർ. അപ്പോൾ അങ്ങനൊരു സ്പെഷ്യലിസ്റ്റ് അവരുടെ ടീമിലുണ്ടെങ്കിൽ അവർക്ക് നല്ലതല്ലേ? ദേ വിൽ ഹയർ. ദാറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ CAA. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ കാണൂ. അല്ലാതെ CA വേറെ അവരുള്ളപ്പോൾ നമ്മളെന്തിനാ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. പരസ്പരം CAAക്കാർ CAക്ക് ഹെൽപ്പ് ചെയ്യാം, പല ഓർഗനൈസേഷനിലേക്ക് ഹെൽപ്പ് ചെയ്യാം, വേറെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാം. ബിക്കോസ് ദേ ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ഓൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആസ് വെൽ അലോങ് വിത്ത് ഫിനാൻഷ്യൽ കൺട്രോൾസ്. മനസ്സിലായോ? ഇപ്പം ഒരു ഓർഗനൈസേഷനിൽ ഒരു CA ഉണ്ടെങ്കിൽ കൂടി CAയുടെ ഒരു മസ്റ്റാണ് എന്നാണ് സർ പറയുന്നത്. മസ്റ്റ് എന്ന് വെച്ചാൽ ലെറ്റ് മി ടെൽ യു, ഇപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ റിക്വയർമെൻറ്റ് അവർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പണ്ട് മുതലേ അറിയാം. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനൊരു അവയർനെസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കമ്പനീസ് ആക്ട് ഓഫ് 2013 ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ റിക്വയർമെൻറ്റിനെ കുറിച്ച്. സോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ടേക്കപ്പ് ചെയ്യാറുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഓഫീസിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യാൻ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്കിൽസ് വേണ്ടേ? എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകത്തില്ല. സംബഡി വുഡ് ബി ഫോക്കസിങ് അപ്പോൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, someone would be a specialist in performing external audits alone. വേറെ ആൾക്കാർ ബാക്കിയുള്ള അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ ഫോക്കസ് ചെയ്യും. ഇൻറ്റേർണൽ ഓഡിറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ CA ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ നീഡ് ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ക്ലയൻറ്റിനെ സർവീസ് ചെയ്യാൻ അവർക്ക് ആൾ വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യും അവർ? ഇങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടെങ്കിൽ ദേ വിൽ റിക്രൂട്ട്. ഇന്ത്യയിലുള്ള പല ലീഡിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമും ഇന്ന് CAAക്കാരെ സ്പെസിഫിക്കലി അവരുടെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ പവർ ചെയ്യാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പല ഓർഗനൈസേഷൻ പോലെ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തല്ല നോക്കേണ്ടത്. ഇൻ വാട്ട് വേ എക്സാക്ട്ലി ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദ ജോബ്. ആ ഒരു
പെർസ്പെക്റ്റീവിലാണ് നമ്മളെല്ലാം നോക്കി കാണേണ്ടത്. ഇസ് വാട്ട് മൈ ഒപ്പീനിയൻ ഈസ്. അപ്പം നമ്മൾ നോർമലി ഓർഗനൈസേഷൻസ് ഒരു സിഎനെ നമ്മൾ ഹയർ ചെയ്യാണ് ചെയ്യുക, ഓക്കെ. ലൈക്ക് സ്റ്റാഫായിട്ടല്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ സിഎയും നമ്മൾ അങ്ങനെ സ്റ്റാഫായിട്ട് ഹയർ ചെയ്യുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണോ? സിഎയുടെ പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക? ഞാൻ ഒരു കാര്യം പറയാം. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഹയറിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഔട്ട്സോഴ്സിങ്. സി എ എന്നുള്ള ഒരു പ്രൊഫഷനിൽ നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ശരിയല്ല. ഇറ്റ് ഈസ് മാൻഡേറ്ററി. ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫൈ ചെയ്ത് ഒരു ഒപ്പീനിയൻ കൊടുക്കുക എന്നുള്ളത് ആ കമ്പനിയെ സംബന്ധിച്ച് മാൻഡേറ്ററി ആണ്, സ്റ്റാറ്റ്യൂട്ടറി ആണ്, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് കമ്പനിയിലുള്ള ഒരാൾക്ക് ചെയ്യാനും സാധിക്കില്ല. ഒരു എക്സ്റ്റേണൽ പാർട്ടി ആയിരിക്കും വന്ന് ചെയ്യേണ്ടത്. അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് തന്നെ ആവണം ഇന്ത്യയിലെ നിയമം അനുസരിച്ച്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ആ കേസിൽ അവർ ഔട്ട്സോഴ്സിംഗ് അല്ല, ദേ ആർ അപ്പോയിൻറ്റിങ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് ഫേം ടു പെർഫോം ദ ഓഡിറ്റ് ആൻഡ് ഗീവ് എ സർട്ടിഫിക്കേഷൻ ഫോർ ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഗീവ് എൻ ഒപ്പീനിയൻ. അത് വളരെ എഫക്റ്റീവാണ്. ഫ്രോഡുലൻറ്റ് പ്രാക്ടീസിനൊന്നും സബ്ജക്റ്റ് അല്ല. എല്ലാ ഇൻഫർമേഷൻസും ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നുള്ള കാര്യം അസസ് ചെയ്ത് നോക്കി ക്ലിയർ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് ഒപ്പീനിയൻ കൊടുക്കുന്നത് അത് ചെയ്യും, സി എ. അത് ഔട്ട്സോഴ്സിംഗ് അല്ല, ഇറ്റ് ഈസ് എ മാൻഡേറ്ററി അപ്പോയിൻമെൻറ്റ്. അവരെ ആ ജോബ് കഴിഞ്ഞാൽ സി എക്കാരുടെ ജോബ് ആ കമ്പനിയുമായിട്ടുള്ളൊരു ടേംസ് കഴിഞ്ഞു, എഗെയിൻ ദ നെക്സ്റ്റ് ഓഡിറ്റ് ആകുമ്പോൾ ദേ വിൽ കം. അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഒരു കമ്പനിയിൽ മിനിമം 5 കൊല്ലത്തേക്ക് അവർക്ക് സെർവ് ചെയ്യുക ഇൻഡിവിജ്വലി. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേം ആണെന്നുണ്ടെങ്കിൽ 2 terms of 5 years, അതായത് പുട്ട് ടുഗദർ 10 years they can serve. ക്ലിയർ ആണോ? ബട്ട് അണ്ടർസ്റ്റാൻഡ്, ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസിലോ ഒന്നിലും ഒരു ഇടപെടത്തില്ല. ഇയർ എൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ മന്ത്ലി ആ ഫിനാൻഷ്യൽ ക്ലോഷറിൻ്റെ സമയത്ത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആധികാരികത സർട്ടിഫൈ ചെയ്യും. ദിസ് വാട്ട് ദേ വുഡ് ബി ഡൂയിങ്. അതും സി എയുടെ കേസും തമ്മിൽ ടോട്ടലി ഡിഫറെൻറ്റാണ്. സി എക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ദേ ആർ നോട്ട് ഗിവിങ് ദി സർട്ടിഫിക്കേഷൻ. സ്റ്റാറ്റ്യൂട്ടറി സിഗ്നേച്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേ ആർ സബ്മിറ്റിംഗ് ആസ് എൻ എക്സ്പേർട്സ് ആൻഡ് ദേ ആർ ഗിവിങ് എൻ അഷുറൻസ് ടു ദ മാനേജ്മെൻറ്റ് ദാറ്റ് നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി എടുത്ത എഫേർട്സൊക്കെ എഫിഷ്യൻ്റാണ്, എഫക്റ്റീവാണ് എന്നുള്ളത് നോക്കി കണ്ട് അസസ് ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ ബേസിസിൽ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് ആർക്ക് കൊടുക്കുന്നത്? മാനേജ്മെൻറ്റിന് കൊടുക്കുന്നത്. അത് സൈൻ ചെയ്ത് സീൽ ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി പവറോടുകൂടി ഗവൺമെൻറ്റിനോ ബാക്കിയുള്ള അതോറിറ്റിക്കോ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ദ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ലോ വെൻ കമ്പയർഡ് ടു ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. സി എക്കാരുടെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, റിസ്ക്കും കൂടുതലാണ്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ അക്കൗണ്ട് റോങ് ആയിട്ട് സർട്ടിഫൈ ചെയ്തെന്ന് വിചാരിച്ചുള്ളൂ, ബൈ ഓവർലുക്കിംഗ് ടു സർട്ടൺ തിങ്സ് ദേ വെർ നോട്ട് ഏബിൾ ടു നോ, ഓഡിറ്റ് റിസ്ക് ഇൻക്രീസ്ഡ്, സോ ദേ വെർ നോട്ട് ഏബിൾ ടു ലുക്ക് ഇൻ ടു സർട്ടൺ റിസ്ക് ഫാക്ടേഴ്സ്, ഓവർലുക്ക്ഡ് ഇറ്റ്. അത് കാരണം അവർ സൈൻ ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് അത് ബൂമറാങ്ങായിട്ട് പൊങ്ങി വന്നത്. എന്ത് സംഭവിക്കും? ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിൽ ബി പുട്ട് ബിഹൈൻഡ് ദ ബാർസ്. ഗവൺമെൻറ് തന്നെ ആക്ഷൻ എടുക്കും. ശരിയാണോ അല്ലയോ? ഇവിടെ ഇന്റേണൽ ഓഡിറ്റർ മിസ്റ്റേക്ക് ചെയ്താൽ നേരെ ആക്ഷൻ എടുക്കുന്ന കമ്പനി മാനേജ്മെൻറ്റ് വിൽ ബി സെൻഡിങ് ദം ഔട്ട്. വലിയ ലീഗൽ പെനാൽറ്റി ഒന്നും വരാനില്ല. ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. മനസ്സിലായോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സി എ എന്നുള്ളൊരു ടീം മെമ്പർ ഒരു മോസ്റ്റ് ഓഫ് ദ കേസസ് ഒരു ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസായിട്ട് തന്നെ വരാറുണ്ട്. പല വലിയ വലിയ കോർപ്പറേഷൻസിലും ഇൻറ്റേർണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫങ്ഷൻ പ്രത്യേകമായിട്ടിരിപ്പുണ്ട്. ബട്ട് ഒരു ചെറിയൊരു മിഡിൽ സ്കെയിൽ ഓർഗനൈസേഷന് ഒരു സ്വന്തമായിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് ഫങ്ഷൻ വെക്കാനുള്ളൊരു എന്താ പറയുക, ഒരു ബാക്കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. അവിടെ ഔട്ട്സോഴ്സിങ്ങാണ്. ഓക്കെ, അവിടെ അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ such internal auditors will come, inspect, verify, check the effectiveness of the controls, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? മാനേജ്മെൻറ്റിന് കൊടുക്കും. ഇൻറ്റേർണലി ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർ എന്തൊക്കെ ചെയ്യുമോ സെയിം തിങ് ആസ് എൻ ഔട്ട്സൈഡർ, ആസ് എൻ എക്സ്റ്റേണൽ, ദേ വിൽ കം ആൻഡ് ഡു ദിസ്. ഏത് ഓർഗനൈസേഷനില്ല? വെൻ an organization doesn't have the backup to establish their own internal audit function, this would be done. അതർവൈസ് മേജർ എൻ്റർപ്രൈസസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ദെയർ ഓൺ ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഓൾറെഡി നമ്മൾ പ്ലേസ്ഡ് ആണെന്ന് വിചാരിക്കുക, സി ഐ എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കപ്പ് ഇല്ലാത്തൊരു കമ്പനി നമ്മളെ വന്നിട്ട് ഹയർ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അങ്ങനെ പറ്റുമോ? അതോ അറ്റ് എ ടൈം നമുക്ക് ഒരു ഓർഗനൈസേഷന് മാത്രമാണോ സെർവ് ചെയ്യാൻ പറ്റുന്നത്? എക്സാക്ട്ലി. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഒരു കമ്പനിയുടെ CFO
ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണോ? ദാറ്റ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കനോട്ട് പ്രാക്ടീസ്. ഓക്കെ, കാരണം പ്രോബ്ലി ഹി ഓർ ഷീ വുഡ് നോട്ട് ഹാവ് ഒബ്റ്റെയിൻ ദ ലൈസൻസ് ഇൻ ഇന്ത്യ. സോ അവർ ആ കമ്പനി എംപ്ലോയ്മെൻറ്റിലേക്കാണ് അവർ എടുക്കുന്നത്. ആ കമ്പനിയിൽ എംപ്ലോയ്മെൻറ്റിൽ ഇരുന്നു കൊണ്ട് വേറൊരു കമ്പനിയുടെ എംപ്ലോയ്മെൻറ്റും കൂടെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂ? ആ കമ്പനി അലൗ ചെയ്യുമോ? ഇല്ല. ഇല്ല. അപ്പോൾ ഞാനൊരു വേറൊരു കാര്യം കൂടെ ചോദിക്കാം. യു ആർ എ പ്രൊഫസർ ഇൻ എ കോളേജ്, ഗവൺമെൻറ് ലോ കോളേജ് എന്ന് വിചാരിച്ചോളൂ. ബൈ സിറ്റിംഗ് ആസ് ദ പ്രൊഫസർ, ക്യാൻ യു അഗെയിൻ ടേക്ക് ക്ലാസ്സസ് ഫോർ അനദർ കോളേജ് ഇൻ ആൻഡ് അറൗണ്ട് കേരള? ഇസ് ഇറ്റ് അലൗഡ്? പാർട്ട് ടൈം ചെയ്യാലോ? നെവർ. ഗവൺമെൻറ് വിൽ സെൻഡ് യു ഔട്ട്. ഓക്കെ. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രൈവറ്റ് പ്രാക്ടീസ് പറ്റുമോ? നിയമപ്രകാരം പറ്റില്ല. പറ്റില്ല. ചെയ്യുന്നുണ്ടോ ഇസ് ഡിഫറെൻറ്റ് സ്റ്റോറി ആൾക്കാർ. അതെ 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 അതെ. ഐ എം നോട്ട് ഗോയിങ് ടു കമൻറ്റ് അപ്പോൺ ദാറ്റ്. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് they have to serve that enterprise. They can't even simply move out. ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് വേറെ കമ്പനിക്ക് പോവാം. സപ്പോസ് ഈ പറഞ്ഞ മാതിരി ഒരു ഓർഗനൈസേഷനിൽ റിക്വയർമെൻറ്റ് ഉണ്ട്. They looked into that opportunity, found that financially that is going to be more viable than this. They can resign from here, go and join there. That is possible. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ബാക്കപ്പ് പ്ലാൻ ഇല്ലാത്ത ഒരു കമ്പനി ഒരു CAനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ഇരിക്കുന്ന CA ആണോ? അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒട്ടുമിക്ക CAസും പല ഓർഗനൈസേഷനും ഓൾറെഡി പ്ലേസ്ഡ് ആയിരിക്കും. സോ നമുക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ലാത്ത ഓർഗനൈസേഷൻ എങ്ങനെയാണ് CAനെ കണ്ടുപിടിക്കുക? അതുകൊണ്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമില്ലേ ആ. അവർക്ക് ഈ ജോബ് അസൈൻമെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ. സോ CA ഹയർ ചെയ്തിട്ടുള്ള CAസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അല്ലേ? ചെയ്യിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം വർക്കാവണ്ടേ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കും? ഒരു എക്സ്റ്റേണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിനെ അവർ ഹാൻഡ് ഓവർ ചെയ്യും. യു കണ്ടക്ട് ദിസ് ഓഡിറ്റ്. അങ്ങനെ വരുമ്പോൾ ദാറ്റ്സ് എ ബിസിനസ് ഫോർ ദ. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. സോ അവർക്ക് ആ ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഇൻറ്റേർണലി സ്കിൽ സെറ്റ്സ് ഇല്ലെങ്കിൽ they can hire, and they can hire you. Please understand this. That's where the beauty lies. ഇപ്പൊ സാർ പറഞ്ഞു ഓൾറെഡി CA പ്രൊഫഷണൽസിന് ഒരു അതോറിറ്റി ഉണ്ട് അത് Correct. ചെക്ക് ചെയ്തിട്ട് പറയാനുള്ള. പക്ഷെ CAക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്പീനിയൻ മാനേജ്മെന്റിന് കൊടുക്കാന്നുള്ളതാണ്. സോ അങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലൊരു ചിന്ത വരും, അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലേ, ഇത് ജസ്റ്റ് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണോ? അപ്പോൾ എങ്ങനെയാണ് ഈ CA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലേ? 100% പ്രൊഫഷണൽ കോഴ്സാണ്. സോ എന്തുകൊണ്ടാണ് ആ ഒരു അതോറിറ്റി ഇല്ലാത്തത്? അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു ഗവൺമെൻറ്റിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് അതോറിറ്റി ഉണ്ടാവും. അത് ചെയ്യുന്നത് ഏതാ? ഇന്ത്യയിലെ സംബന്ധിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അവർക്കാണ് സുപ്രീം പവർ. അതെ. അത് തർക്കമില്ലാത്ത വിഷയമാണ്. സോ ഗവൺമെൻറ് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു പവർ ഒരു ടീമിന് വേണം. CA എന്ന് പറയുമ്പോൾ അതല്ല അവരുടെ മെയിൻ റോൾ, അതല്ല അതിൻ്റെ ബേസിക് സിസ്റ്റവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണലി ഹൗ ക്യാൻ യു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾസ് ഇൻ ആൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സൊക്കെ ബെസ്റ്റാണോ വേഴ്സ്റ്റാണോ? ഇത് നോക്കി കണ്ട് അസസ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഗിവ് എൻ ആൻസർ. ക്യാൻ എനി വൺ പെർഫോം ദിസ്? നെവർ. പിന്നെ ലെറ്റ് മീ ടെൽ യു സംതിങ്. ഐ ഡോണ്ട് നോ വെദർ യു റിമെമ്പർ ഇറ്റ് ഓർ നോട്ട്. ഡോക്ടർ അബ്ദുൽ കലാം സാറ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് അന്ന് ഐ റിമെമ്പർ കർണാടകയിൽ ശിവപ്പ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷണൽ സർവീസിനുള്ള അവാർഡ് കൊടുത്തു. പുള്ളിയുടെ വിദ്യാഭ്യാസം 2ാം ക്ലാസ്സേ ഉള്ളൂ. ബട്ട് ഹി വാസ് ഗിവൺ ദ അവാർഡ്. എന്ത് അവാർഡാ? ബെസ്റ്റ് പ്രൊഫഷണൽ അവാർഡ്. പുള്ളി ചെയ്യുന്ന പ്രൊഫഷണൽ സർവീസ് എന്താണെന്നറിയാമോ? എന്താ? ഡെഡ് ബോഡിയെ ക്രിമേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓ. അത് ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്തു. വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിങ് ടുവേർഡ്സ് എനി എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. പൊള്യൂഷൻ ക്രിയേറ്റ് ചെയ്തോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഒന്നും ചെയ്യാതെ എത്ര ഭംഗിയായിട്ട് ആ കാര്യം വർഷങ്ങളായിട്ട് ഈ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ഓൾസോ എ പ്രൊഫഷണൽ. ശരിയല്ലേ? അതെ അതെ. സോ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അതിലേക്ക് എന്ത് വാല്യൂഡേഷൻ നമ്മൾ കൊണ്ടുവരുന്നു, അവരെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുന്നത്. കറക്റ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. കാരണം റിസ്ക്
കുറച്ചാലേ എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. അതിന് തർക്കമില്ലാത്തൊരു വിഷയമാണല്ലോ. അതെ. ഈ റിസ്ക് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്ത് റിവ്യൂ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡിനറി ജോബ്. തീർച്ചയായിട്ടും. ഈ റോഡിൽ കൂടെ പോകുന്ന ഒരാൾക്ക് ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഇല്ല. ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് വേണ്ടേ? വേണം. യു വിൽ ഹാവ് ടു അക്വയർ ദാറ്റ് സ്കിൽ സെറ്റ്സ്. അതെ. When you acquire the skill sets and becoming an experienced personality, you would become a professional. Clear? അതാണ് ആ പ്രൊഫഷണലിസമാണ് ബേസിക്കലി വി ആർ കമൻറ്റിങ് അപ്പോൾ. പിന്നെ ഒറ്റയടിക്ക് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണോ എന്ന് സംശയം വരാനുള്ള കാരണം ഈ കോഴ്സിൻ്റെ പേര് തന്നെ സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ എന്നാണ്. അതെ അതെ. പ്രൊഫഷണൽ ഇൻറ്റേർണൽ ഓഡിറ്റർ എന്ന് എന്തുകൊണ്ട് വെച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉണ്ടാവാം. ശരിയല്ലേ? അങ്ങനെ ഒരു പേര് വന്നെങ്കിൽ കൃത്യമായിട്ട് ആർക്കും ആ സംശയം Let me വരില്ലേ? tell you, അമേരിക്കൻ പ്രോഗ്രാംസ് ഏത് വേണമെങ്കിൽ എടുത്ത് നോക്ക്. പബ്ലിക് അക്കൗണ്ടൻസ്. ഈ പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് വെച്ചാൽ അവർ അമേരിക്കയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസാണ്. ഇവിടെ നമ്മുടെ ഇവിടെ CMA ഇന്ത്യ ഉള്ളതുപോലെ അമേരിക്കയിലും CMA ഉണ്ട്. അവരെയൊക്കെ പറയുന്നത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്. ഫ്രോഡ് എക്സാമിനേഴ്സ് ഉണ്ട് അമേരിക്കയിൽ, സെപ്പറേറ്റ് അസോസിയേഷനാണ്. സർട്ടിഫൈഡ് ഫ്രോഡ് എക്സാമിനേഴ്സ് എന്ന് പറയും. ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഉണ്ട് അമേരിക്കയിൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഈ സർട്ടിഫിക്കേഷൻ്റെ മീനിങ് ആക്ച്വലി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഈ സർട്ടിഫിക്കേഷൻ എന്നുള്ള ടൈം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ദേ ആർ സർട്ടിഫൈങ് യു ആസ് എ പ്രൊഫഷണൽ. അല്ലാതെ 3 months കോഴ്സ് ഇൻ സർട്ടിഫിക്കേഷൻ ഓൺ കുക്കിംഗ് ഓർ എന്താ പറയുക ടൈലറിങ് ഓർ സംതിങ് എൽസ്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ഒരു അതോറിറ്റീസ് നിങ്ങൾക്ക് പ്രൊഫഷണൽ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എൻട്രസ്റ്റ് ചെയ്ത് തരുന്നു. സോ ദേ ആർ സർട്ടിഫൈങ് യു ആസ് എ പ്രൊഫഷണൽ. ആ സർട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്, സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ. നിങ്ങൾ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ ആണെന്ന് ആര് സർട്ടിഫൈ ചെയ്യുന്നു? ദ അതോറിറ്റീസ്. ഏത് അതോറിറ്റി? US അതോറിറ്റീസ്. ഇസ് ദിസ് ക്ലിയർ? യെസ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ബ്രോഡർ മീനിങ്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനൊരു ടേം, അങ്ങനൊരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ടു അല്ല. അതുകൊണ്ടാണ് പ്രോബ്ലി യു റൈസ് ദിസ് ക്വസ്റ്റ്യൻ. എനിവേ വളരെ റിലവൻ്റ് ആയിരുന്നു. ഐ അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. ഓക്കെ. ഇപ്പം നമുക്ക് CA പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണ്? ഡിഗ്രി കമ്പൽസറി ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്കൊരു മിസ്കോൺസെപ്ഷൻ ഉണ്ടാവും. കോമേഴ്സ് അല്ലെങ്കിൽ BCom കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ളൊരു പ്രൊഫഷണൽ പ്രോഗ്രാം ടേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അബ്സല്യൂട്ട്ലി നോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ സിലബസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ നമ്മൾ കവർ ചെയ്യുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസി എങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്യും, റിവ്യൂ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സെയിൽസ് ഉണ്ടാവും, സെയിൽസ് പ്രോസസ്സ്, പർച്ചേസ് പ്രോസസ്സ്, HR പ്രോസസ്സ്, പേയ്മെൻറ്റ് പ്രോസസ്സ്, കളക്ഷൻ പ്രോസസ്സ്, സപ്ലൈ ചെയിൻ പ്രോസസ്സിൽ അതിനകത്ത് ബേസിക്കലി ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് വെയർഹൗസിങ് തുടങ്ങിയ പല ആക്ടിവിറ്റിയുടെ പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നത്, അതിൻ്റെ പ്രോസസ്സസ് എന്തൊക്കെയായിരിക്കും, ആ പ്രോസസ്സസ് എപ്പോഴാണ് റോബസ്റ്റായി മാറുന്നത്, ഇൻ വാട്ട് വേ എക്സാക്ട്ലി ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആർ ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദ സക്സസ് ഓഫ് ഓൾ ദീസ് പ്രോസസ്സസ് ആൻഡ് വേരിയസ് അതർ ഫങ്ഷൻസ്, ഇതെല്ലാം സിലബസിനകത്തുണ്ട്. എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ക്യാൻ ബി അണ്ടർടേക്കൺ ബൈ എനി വൺ. എപ്പോൾ നമ്മൾക്കൊരു പ്രോഗ്രാമിലേക്കുള്ള ഇൻക്ലിനേഷൻ അത്യാവശ്യമാണ്, ശരിയല്ലേ? ആറ്റിറ്റ്യൂഡ്. ഇങ്ങനത്തെ ഒരു ഓപ്പറേഷനെ മൊത്തം മനസ്സിലാക്കി ആ ഒരു ബിസിനസ് ഓപ്പറേഷൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊരാൾക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിബഡി ക്യാൻ ടേക്ക് അപ്പ് ദിസ് പ്രോഗ്രാം. പാസിംഗ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് പ്രൊപ്പോസിഷൻ. മിക്കവാറും പേർക്കും തെറ്റായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മൊത്തം അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആയിരിക്കും ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ. അവിടെയാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഈ അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണ്ടേ? അത് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കൊമേഴ്സ് അത് പഠിക്കാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾ കോമേഴ്സിൽ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു സയൻസോ വേറെ വല്ല ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും യു ആർ ഗിവിങ് ദറ്റ് നോളജ്. ബേസിക് അക്കൗണ്ടിങ് നോളജ് ഉണ്ട്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻറ്റേർണൽ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യണം. എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല പഠിപ്പിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈങ് ടു സേ. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ എഫിഷ്യൻസി കൊണ്ടുവരാം, അവർ എഫക്റ്റീവ് ആണോ എഫിഷ്യൻ്റ് ആണോ, ആർ ദേ കോൺട്രിബ്യൂട്ടിംഗ് റിയലി ടുവേർഡ്സ് ദ റവന്യൂ ഓഫ് ദ ബിസിനസ്, ശരിയല്ലേ? കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
customers are dissatisfied in the market. Okay, not delighted. കമ്പനിക്ക് എന്ത് സംഭവിക്കും? So whether they are actually handling the function in the manner whereby they are able to retain the existing customers and can rope in or acquire better customers from the market എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഫൈനാൻഷ്യൽ മാത്രമല്ല, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ, എവറിത്തിങ് യു വിൽ നോട്ട് ലേൺ. ഒരു ബിസിനസ് വേറൊരു ബിസിനസ്സിനെ അക്വയർ ചെയ്യുന്ന സമയം ദേ വിൽ ബി പെർഫോമിങ് ആൻ ഓഡിറ്റ്, ഡ്യൂ ഡിലിജൻസ് ഓഡിറ്റ് ഉണ്ട്. ആ സമയത്ത് അത് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സാണ് ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ സ്കിൽ വേണം. അവിടെയും ഫിനാൻസ് മാത്രമല്ല, സോ മെനി ആസ്പെക്ട്സ് യു വുഡ് ബി ലുക്കിംഗ് ഇൻ ടു. അപ്പോൾ ഇതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓവറോൾ ബിസിനസ്സിനെ കുറിച്ചും അതിൻ്റെ ഫങ്ഷനെ കുറിച്ചും അതിൻ്റെ നെറ്റിഗിറ്റീസിനെ കുറിച്ചും നല്ലൊരു ക്ലിയർ കട്ട് നോളജ് ഉണ്ടാവണം. ആ നോളജാണ് CA എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ടേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമേഴ്സ് ഗ്രാജുവേറ്റ് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി എൻ എഞ്ചിനീയർ, ഡോക്ടർക്ക് എടുക്കാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദേ ഷുഡ് ഹാവ് എ ഫ്ലെയർ, ആ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായാൽ മതി. ബട്ട് ദേ ഷുഡ് ഹാവ് മിനിമം ക്ലിയർ ദ ഡിഗ്രി പ്രോഗ്രാം. സെക്കൻഡ് തിങ് ലെറ്റ് മീ ടെൽ യു, ഡിഗ്രി അവസാന വർഷം, ഇപ്പോൾ തേർഡ് ഇയർ, ഓക്കെ, കഴിഞ്ഞിട്ട് എക്സാമൊക്കെ എഴുതി, ഒരു 2-3 പേപ്പർ അരിയേഴ്സ് ഉണ്ട്. ദേ ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്. Okay, they can take it up, pass the program. By that time, they can write their BCom program, give them the certificate so that they are going to be given the certificates by the institution after the minimum 2 years of experience. 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. So before that, CAA certificate. exactly, before that you can complete your degree, produce your BCom certificate. അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ നിലവിലുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ യു ക്യാൻ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. അരിയേഴ്സ് ഉള്ള ഒരാൾക്ക് CAA, തീർച്ചയായിട്ടും ഇയാളുടെ മനസ്സിൽ ഞാൻ കണ്ടു, ഇയാളുടെ ഫ്രം യുവർ ഐസ് ഇറ്റ് സെൽഫ് ഐ വുഡ് ബി ഏബിൾ ടു എന്താ പറയുക റീഡ് ദിസ് ഔട്ട്. അരിയേഴ്സ് ഉള്ള BComനുള്ള ഒരാൾക്ക് CAA എങ്ങനെ പാസ്സാവാൻ പറ്റും? ശരിയല്ലേ? ഐ ക്യാൻ ഗീവ് യു സം 10,000 എക്സാമ്പിൾസ് ഇൻ ഇന്ത്യൻ സിനാരിയോ. 10ാം ക്ലാസ് 2 തവണ പൊട്ടി. ഓക്കെ, പ്രീ ഡിഗ്രി ഞാൻ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ആയിരുന്നു, ഇന്ന് പ്ലസ് ടു. അത് 1-2 തവണ പൊട്ടി. ഡിഗ്രി 35% മാർക്കിൽ കഷ്ടിച്ച് പാസ്സായി. 2ാമത്തെ അറ്റംപ്റ്റിൽ ഫസ്റ്റ് ചാൻസിൽ CA പാസ്സായ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. IAS ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. US AMA പ്രോഗ്രാം ക്ലിയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എന്തോ ആയിരുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ കൺസേൺ. ഈ ഒരു പ്രോഗ്രാം നമ്മൾ എങ്ങനെ അത് ടേക്കപ്പ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് എപ്പോൾ ക്ലിയറായിട്ട് വീഴുന്നു അവിടെ സക്സസ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ഫെയില്യൂർ ആണെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ്. സത്യമല്ലേ? യു ടച്ച് യുവർ ഹാർട്ട് ആൻഡ് ടെൽ മീ. സെയിം ഈസ് ദ ലോജിക് അപ്ലൈഡ് ഹിയർ. അപ്പോൾ ഞാൻ അരിയേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് ആൾക്കാർ വിചാരിക്കാം, മനസ്സിലായല്ലേ? അരിയേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്, അവരുടെ ഭാവി എന്താവും എന്നുള്ളൊരു ചോദ്യചിഹ്നം അവരുടെ പേരൻസിനുണ്ട്, പല ആൾക്കാർക്കുണ്ട്, അവർക്ക് തന്നെ ഉണ്ടാവും. ഐഡിയലി ഇഫ് ദേ ഹാവ് ഇൻക്ലിനേഷൻ, ഡിസയർ, they can take up this program. ഈ പ്രോഗ്രാം എത്ര ഭംഗിയായിട്ട് അവർ പഠിക്കുക, പാസ്സാവുക. ഇതേ എഫർട്ട് ഒരു പക്ഷേ ഒരു BComനോ പ്രീ ഡിഗ്രിക്കോ ഒന്നും കൊടുത്തു കാണത്തില്ലായിരിക്കാം. എപ്പോഴാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഫോർച്യൂൺസ് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് സംതിങ് നെഗറ്റീവ്, ഇറ്റ് ഈസ് പോസിറ്റീവ്. ഒരു അരിയേഴ്സ് ഉള്ള ആൾ ജീവിതത്തിൽ മൊത്തം അരിയേഴ്സുമായിട്ട് കിടക്കണം എന്നാണോ പറയുന്നത്? അല്ലല്ലോ. സോ ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദം. സോ അലോങ് വിത്ത് ദ CA program they can take up the BCom, complete it, then take the degree, then pass the CA exam, go for an employment, take 2 years of work experience, submit it to the Institute of Internal Auditors, you would be giving the certification immediately. So അരിയേഴ്സ് ഉള്ള ആൾക്കും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാവും. Anyone who has determination. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പഠിക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻ കേസ് നമുക്കൊരു ജോലിക്ക് പോകേണ്ട അവസ്ഥ വരികയാണ്, പക്ഷെ അതിനോടൊപ്പം CA ആസ്പയർ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അത് പോസിബിൾ ആണോ? നമുക്ക് ഇത്ര സമയം ഒരു ദിവസം പഠിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് പാസ്സാവാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, CAയുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് CA, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ജന്മത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എല്ലാം ഒരു ഓർഗനൈസേഷനിൽ പ്രാക്ടിക്കലി ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്.
സോ യു ഷുഡ് ഹാവ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കബിൾ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അതായിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതലും കിട്ടുന്നത്. ഓക്കെ, ഒരു കമ്പനിയിൽ ഫൈനാൻസിലോ ഓഡിറ്റിലോ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി പോകത്തില്ലേ? കൂടുതലായിരിക്കും. സോ അവർക്കിത് പാസ്സാവാനുള്ള പോസിബിലിറ്റിയും കൂടുതലല്ലേ? യെസ് ആർ നോ? യെസ്. നൗ ഇയാളുടെ ഫേസിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തന്നെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബികോം മാത്രം കഴിഞ്ഞ് വരുന്നൊരു കുട്ടി എങ്ങനെ പാസ്സാവും? കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നൊരു ഇല്ല. ചോദ്യം വരാം. എക്സ്പീരിയൻസും ഈ സ്കിൽ സെറ്റ്സും നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. ജനിക്കുമ്പോഴേ തന്നെ എല്ലാ സ്കിൽ സെറ്റുമായിട്ട് ലോകത്ത് ആരും വരാറില്ല. ആൽബർട്ട് ഐൻസ്റ്റീനും വന്നിട്ടില്ല, ഡോക്ടർ APJ അബ്ദുൽ കലാം സാറും വന്നിട്ടില്ല. ശരിയല്ലേ? അതെ. എല്ലാവരും ഈ സ്കിൽ സെറ്റ്സ് അക്വയർ ചെയ്താൽ വരുന്നത്. സോ എന്ന് പറയുമ്പോൾ ഒരു BCom ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരു ഫ്രഷർക്ക് ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രോഗ്രാം ടേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കലി അവരെങ്ങനെയായി മാറണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ട് വിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ പ്രാക്ടിക്കൽ സിനാരിയോസ് ഉണ്ടാവാറുണ്ട്, എന്തൊക്കെ ബിസിനസ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്, വാട്ട് ആർ ദ എക്സ്ട്രീം എലിമെൻറ്റ്സ് ഫേസ്ഡ് ബൈ ഇൻറ്റേർണൽ ഓഡിറ്റർ എന്നുള്ളതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്തു വരണം എന്നുള്ള ട്രെയിനിങ്ങും കൂടെ ഈ തിയറിയുമായിട്ട് ക്ലബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ പഠിപ്പിച്ചാൽ അവർക്കും ഈ പ്രോഗ്രാം ക്ലിയർ ചെയ്ത് വരാം. ക്ലിയറും ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പാസ്റ്റ്. ക്ലിയർ ആണോ? യെസ് ആർ നോ? യെസ്. യെസ്. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് CAA എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, അബ്രോഡ് അല്ലെങ്കിൽ അതർ കൺട്രീസിലൊക്കെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണെന്നാണ്. കാരണം CA നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ മാത്രമാണ് കൂടുതലും വാലിഡ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ അതിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടൊരു എക്സാം എഴുതി ആ ഒരു CA കോഴ്സിനെ നമുക്ക് വാലിഡ് ആക്കേണ്ട അവസ്ഥ വരാറുണ്ട്. സോ CA എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണോ അല്ലെങ്കിൽ എബ്രോഡും വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണോ? അതിനകത്ത് രണ്ട് കാര്യം ഞാൻ പറയാം. ഈ CA എന്നുള്ള പ്രോഗ്രാം ഇന്ത്യയിൽ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളൊരു ഇൻഫർമേഷൻ ആര് തന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഐഡിയലി അതല്ല. പുറത്തും നമ്മുടെ CA പ്രോഗ്രാമിന് നല്ല റെക്കഗ്നീഷനുണ്ട്. ദിസ് എ ഫാക്റ്റ്. ഓക്കെ, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് വരുന്നില്ല. ഒരു അവയർനെസ്സിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. സോ അവിടെ പോകുമ്പോൾ ഒരു സ്പെഷ്യൽ എക്സാം എഴുതണം ദാറ്റ് ഈസ് ഓക്കെ, ഫൈൻ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റീജിയണൽ റിക്വയർമെൻറ്റ്സ് ദേ വിൽ ആഡ് അപ്പ് ദെയർ ക്വാളിഫിക്കേഷൻസ്. ബട്ട് CA കോഴ്സ് അംഗീകാരമല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം CAയുടെ കണ്ടൻസ് എങ്ങനെയാണ്, മനസ്സിലായല്ലേ? നമ്മുടെ ഇന്ത്യൻ CAയുടെ കണ്ടൻറ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിച്ച്, ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ മെനി ഓഫ് ദ എന്താ പറയുക, പല പല രാജ്യങ്ങളിലും അത് അക്സെപ്റ്റബിളുമാണ്. പിന്നെ അതിൽ നിന്നൊരു വാല്യൂ അഡീഷൻ, ആ രാജ്യത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് വാല്യൂ അഡീഷൻ ചെയ്യാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? ഒരു കോഴ്സ് എക്സ്ട്രാ പഠിക്കും, പാസ്സാവും, സ്പെഷ്യലൈസേഷനും ഉണ്ടാവും. ക്ലിയർ ആണോ? പിന്നെ കമ്മിങ് ബാക്ക് ടു CA. പക്ഷെ നമ്മൾ പൊതുവേ നാട്ടിൽ കേൾക്കുന്നത് അവിടെ പോയി അത് വാലിഡ് ആവണമെങ്കിൽ ഒരു എക്സാം എഴുതണം, അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. മേ ബി നമ്മുടെ നാട്ടിൽ റോങ് ഇൻഫർമേഷൻസ് തരുന്നതാണ് നമ്മുടെ ഹോബി. അതെ അതെ. ഏതെങ്കിലും കോളേജിൽ കയറി നോക്കിയിട്ടുണ്ടോ? ഹി മൈറ്റ് ബി എ വെരി ഗുഡ് പ്രൊഫസർ. പുള്ളിക്ക് അറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ കാണും. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ ചോദിച്ചാൽ പുള്ളി അറിയില്ല എന്ന് സമ്മതിക്കില്ല. അതൊക്കെ ബാഡ്, കൾച്ചർലെസ്, ഡോണ്ട് ടേക്ക് ഇറ്റ്, യു വിൽ നോട്ട് ഇമ്പ്രൂവ് ഇൻ യുവർ ലൈഫ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആയിരിക്കും ഒറ്റയടിക്ക് കൊടുക്കുന്നത്. ദിസ് ഇസ് എ കോമൺ പ്രാക്ടീസ്. അതെ. അപ്പോൾ നാട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും സത്യാവസ്ഥയല്ല. അപ്പോൾ CA കോഴ്സിന് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആർക്കറിയാം? ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. അത് പുറത്തു പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നന്നായിട്ട് അറിയാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. നൗ ഞാൻ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, യു റൈസ്ഡ് എ ക്വസ്റ്റ്യൻ വെദർ CAA ഈസ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ്. ശരിയല്ലേ? അതെ അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് വേറെ ഉണ്ടോ? ഇത് USA മാത്രം അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ദർ ഇസ് എ സ്റ്റാൻഡേർഡ്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിന് ഒരു ഓഡിറ്റ് ഫ്രെയിം വർക്ക് ഉണ്ട്. ദിസ് ഫ്രെയിം വർക്ക് ഈസ് ആപ്ലിക്കബിൾ ടു എനി കൺട്രി. ഓർഗനൈസേഷനിൽ ദ സ്റ്റൈൽ അറ്റ് വിച്ച് വി അണ്ടർടേക്ക് ദ ഇൻറ്റേർണൽ ഓഡിറ്റ്സ് ക്യാൻ ബി യൂണിഫോം. മനസ്സിലായോ? ഓരോ ഓർഗനൈസേഷനും ചെറിയ ചെറിയ സിസ്റ്റംസിൽ മാറ്റങ്ങളുണ്ടാവും. ബട്ട് അപ്രോച്ച് ഓഫ് ആൻ ഇൻറ്റേർണൽ ഓഡിറ്റർ
ക്യാൻ ബി സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 150 കൺട്രീസിൽ ഈ ഗ്ലോബലി ഈ ഒരു പ്രോഗ്രാം റെക്കഗ്നൈസ്ഡാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഏതൊരു ഓർഗനൈസേഷൻ്റെയും സക്സസ് അല്ലെങ്കിൽ ആ ഗോൾസ് എങ്ങനെ അറ്റൈൻ ചെയ്യുക എന്ന് വെച്ചാൽ അവർക്ക് റിസ്ക് എന്നുള്ള സാധനം ഏറ്റവും മിനിമം ലെവലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൺട്രോൾസ് വേണം. ഈ കൺട്രോൾസ് എഫക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻറ്റ് മോണിറ്ററിങ് വേണം. ഈ മോണിറ്ററിങ് ചെയ്യേണ്ടത് ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും സംടൈംസ് അവർക്ക് ചെയ്യാൻ പറ്റാറില്ല ഡ്യൂ ടു ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ഓർ ലാക്ക് ഓഫ് ടൈം, വാട്ട് എവർ മേ ബി ദ റീസൺസ്. ബട്ട് അവർക്ക് വേണ്ടി ഇത് ചെയ്യുന്നതാരാ? ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. ഈസ് ദിസ് ക്ലിയർ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു എ സ്പെസിഫിക് റീജിയൻ. സിൻസ് യു ആർ എ പ്രൊഫഷണൽ, യു മസ്റ്റ് ബി ഏബിൾ ടു ടേക്ക് അപ്പ് ദ അസൈൻമെൻറ്റ് എനിവെയർ. ഇതിനേക്കാളും മേളിൽ വേറൊരു അഡീഷണൽ സർട്ടിഫിക്കേഷനോ വാലിഡേഷൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ദിസ് പ്രോഗ്രാം ഇറ്റ് സെൽഫ് ഈസ് ഹാവിങ് എ വാലിഡിറ്റി. പിന്നെ വേണം ഒരാൾക്ക്, ഞാൻ CAA പഠിച്ച് പാസ്സായി, ഇൻറ്റേർണൽ ഓഡിറ്റ് മാത്രം ഞാൻ ചെയ്യുന്നു, പോരാ, ഐ നീഡ് ടു ബി എ ഫ്രോഡ് എക്സാമിനർ എന്ന് വിചാരിച്ച് അയാൾക്കൊരു CFE പ്രോഗ്രാം ചെയ്താൽ തെറ്റൊന്നുമില്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിക്വയർമെൻറ്റ്. ഇനി ഒരാൾക്ക് CPA ചെയ്യണം തോന്നി, CMA USA ചെയ്യണം തോന്നി, ചെയ്തോളൂ. സൈക്കോളജി ചെയ്യണം തോന്നി, യു ക്യാൻ ഡു ദാറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിന് ഏറ്റവും ആവശ്യം എന്താ? സൈക്കോളജി. So along with the internal audit program, if you acquire a qualification on psychology, you can actually perform the audit better. സത്യമല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സിസ്റ്റത്തിനെ മനസ്സിലാക്കണം, സിസ്റ്റത്തിലുള്ള ആൾക്കാരെ മനസ്സിലാക്കണം, ഓർഗനൈസേഷൻ്റെ പൾസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കണ്ടേ? സോ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് മസ്റ്റ് ബി എ സൈക്കോളജിസ്റ്റ് ഇൻ റിയൽ സെൻസ്. അതുകൊണ്ട് എനിക്കെന്ത് ക്വാളിഫിക്കേഷൻ എക്സ്ട്രാ എടുക്കണം, ഐ ക്യാൻ ഡു ദാറ്റ്. ബട്ട് അത് കാരണം അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഡെവലപ്പായി പോകാൻ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷൻസ് ഇല്ല. വിത്ത് ദ CAA itself, based upon your experience, you can grow up in the ladder and you can even become the chief audit executive, that is head of the internal audit function. ക്ലിയർ ആണോ? യെസ്. സോ നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. സോ നോർമലി എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടായിരിക്കും, എങ്ങനെയാണ് ഒരു ആവറേജ് സാലറി വരുന്നത് ഒരു CAAക്ക് ഇന്ത്യയിലും എബ്രോഡിലും? ഇതൊരു $1 million ക്വസ്റ്റ്യനാണ്. എൻ്റെ അടുത്ത് പല സ്റ്റുഡൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആസ്പിറൻസും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് BCom MCom ഒക്കെ കഴിഞ്ഞ കോളേജിൽ നിന്ന് ഫ്രഷായിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ, ഞാൻ ഈ കോഴ്സ് പാസ്സായാലും എനിക്ക് 50,000 രൂപ കിട്ടുമോ, 60,000 രൂപ സാലറി കിട്ടുമോ? CAക്കാർക്ക് കിട്ടുന്നുണ്ടല്ലോ. CAക്കാർക്കും ചാടി വരുന്ന എല്ലാവർക്കും 60-70 ഒന്നും കൊടുക്കുന്നില്ല. സാലറി ഫിക്സേഷൻ ഈസ് ആൻ ആർട്ട്. ഇതിനകത്ത് ബേസിക്കലി എന്താ വേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റ് സ്കിൽസിൻ്റെ ഒരു ഫാക്ടർ വളരെ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെറ്റ് മീ ടെൽ യു എ ഗ്രൗണ്ട് റിയാലിറ്റി. ഇപ്പോൾ ക്രിസ് ഒരു 5 ഡിഗ്രി കയ്യിൽ വെച്ചിട്ടുണ്ട്. യു ആർ ക്വാളിഫൈഡ് MCom, CMA പാസ്സായി, വേറെ 1-2 പ്രോഗ്രാംസൊക്കെ പാസ്സായി, സർട്ടിഫിക്കറ്റ് ഉണ്ട്. യു ആർ ഹണ്ടിങ് ഫോർ എ ജോബ് ഇൻ ദ ജോബ് മാർക്കറ്റ്. ഇയാളെ ഈ 5 സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എടുക്കണം എന്നാണോ ഇയാൾ പറയുന്നത്? എന്തുകൊണ്ട് ഞാൻ ഇയാളെ എടുക്കും? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. നോ, യു ഷുഡ് ഹാവ് ദ സ്കിൽ സെറ്റ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. യു മസ്റ്റ് ബി സെല്ലിങ് യുവർ സെൽഫ് വിത്ത് മീ, ശരിയല്ലേ? അതെ. യുവർ സ്കിൽ സെറ്റ്സ് മസ്റ്റ് ബി സോൾഡ് ടു മീ, എങ്കിലേ ഞാൻ എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഇല്ല ഇയാൾക്ക്, ഇയാളെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആൻഡ് യുവർ ആൻസർ ഡസൻ ഗീവ് മീ എ കോൺഫിഡൻസ്. നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഇയാളെ ജോലിക്ക് എടുക്കൂ? എടുത്താലല്ലേ സാലറിയുടെ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. ബട്ട് വെൻ യു ഹാവ് ദ സ്കിൽസ്, റൈറ്റ് സ്കിൽസ്, ആൻഡ് ഐ അഡ്മയർ ദാറ്റ്, എന്നിട്ട് ഇയാളെ എംപ്ലോയ്മെൻറ്റിലേക്ക് എടുക്കുമ്പോൾ ഐ വിൽ ബി ഗിവിങ് യു ഡീസൻറ്റ് പേയ്മെൻറ്റ്, 110% ഷുവർ. ഡീസൻറ്റ് പേയ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു ഫ്രഷർക്ക് ഒരു മാർക്കറ്റിൽ ഒരു സ്പെസിഫിക് റീജിയനിൽ എന്താണോ ബെസ്റ്റ് സാലറി, ദാറ്റ് സാലറി വിൽ ബി ഓഫർ ടു യു. അത് റീജിയണൽ എന്ന് ഞാൻ പറയാൻ കാര്യം ഓരോ രാജ്യത്തും ഓരോ പോലെയാണ്. ഇഫ് യു ഗോ ടു സം അതർ കൺട്രി, സാലറി ലെവൽ ഡെഫിനറ്റ്ലി വിൽ ബി ഹൈ. ഇന്ത്യയിലാണെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊപ്പോസിഷനാണ്. ആർ യു ക്ലിയർ നൗ? സോ ദിസ് ഈസ് ദ ഗ്രൗണ്ട് റിയാലിറ്റി. അതുകൊണ്ട് സ്പെസിഫിക്കലി 30,000 ആണോ 40,000 ആണോ എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് നൗ ഐ കനോട്ട് ഗിവ് യു എ ഫിഗർ. ബട്ട് ലെറ്റ് മീ ടെൽ യു, along with the CA certification,
നിങ്ങളുടെ സ്കിൽ സെറ്റ്സും കൂടെ ഓഗ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്കിൽ സെറ്റ്സ് ഇൻ ദ സെൻസ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ഓക്കെ, സെൽഫ് കോൺഫിഡൻസ്, നമ്മൾ ഒരിക്കലും ഒരാളുടെ മുമ്പിലേക്ക് പോയി പ്രസൻറ്റ് ചെയ്യുമ്പോൾ നെർവസ് ആവരുത്. ഇങ്ങനത്തെ ക്വാളിറ്റീസൊക്കെ നിങ്ങൾ അക്വയർ ചെയ്ത് ഒരു പെർഫെക്റ്റ് ഇൻഡിവിജ്വലായിട്ട് മാറി ആ സർട്ടിഫിക്കറ്റിന് ഭയങ്കര വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സാലറി തന്നെ അവർ ഓഫർ ചെയ്യും. വെൻ ദിസ് ഈസ് മിസ്സിങ്, ഔട്ട് ഓഫ് കമ്പൽഷൻ യു മൈറ്റ് ബി റിക്രൂട്ടഡ്. കമ്പൽഷൻ എന്ന് വെച്ചാൽ എന്താ? വേറെ ആളെ കിട്ടാനില്ല, അതുകൊണ്ട് ഇയാളെ എടുത്തു വെച്ചു. നിങ്ങൾ വിചാരിക്കുന്ന സാലറി അവിടെ ഉണ്ടാവണം നിർബന്ധമില്ല. ഇതൊരു വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അതുകൊണ്ട് എക്സാക്ട്ലി ഇതിപ്പോൾ ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ എത്ര സാലറി, ചെന്നൈയിൽ എത്ര, ഡൽഹിയിൽ എത്ര, കേരളത്തിൽ എത്ര, ഐ കാണ്ട് സേ. ഈ ഒരു ഫാക്ടർ വളരെ അത്യാവശ്യമാണ്. ദാറ്റ് ഡിറ്റർമിൻ യുവർ സാലറി പാക്കേജ്. Okay. ക്ലിയർ? Yes. So thank you so much, sir. Thank you for the time. Thank you. യെസ്, നൈസ്, താങ്ക് യു.